ഏലിയൻസ് ആൻഡ് ഹ്യൂമൻസ് ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തമ്മിൽ തല്ലായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്നേഹത്തിലായിരിക്കും. ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമയായിട്ടുള്ള പ്രൊജക്റ്റ് ഹെയിൽ മേരി. ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനു മുമ്പ് സെയിം കോൺസെപ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ വൈസ് റയാൻ ഗോസ്ലിംഗ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ഏലിയനാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ളത്. സ്റ്റോറിയുടെ തുടക്കത്തിൽ തൊട്ടേ ഇവർ രണ്ടുപേരുമാണ് വരുന്നത്. ഇടയ്ക്ക് ചില ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറച്ച് പേര് വരുന്നുണ്ട്, പക്ഷേ എന്നാലും മെയിൻ ഇവർ രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. സോ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോറി ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ, സൂര്യൻ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പതിയെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ സൂര്യൻ കംപ്ലീറ്റ്ലി അങ്ങ് ഷട്ട് ഡൗൺ ആയി പോകുന്നത് പോലെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു എനർജി റിസോഴ്സ് മൊത്തം ഇല്ലാതാവും. ഇത് ഡയറക്റ്റായിട്ട് ഭൂമിയെ അഫക്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു കാര്യത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് അയക്കുന്ന ആളാണ് റയാൻ ഗോസ്ലിംഗ് എന്ന് പറയുന്നത്. പുള്ളിക്കാരനെ സ്പേസിലേക്ക് അയക്കുകയാണ്. ആ ഒരു മിഷൻ്റെ പേരാണ് പ്രൊജക്റ്റ് ഹെയിൽ മേരി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ഫീൽ ഗുഡ് സൈഫൈ മൂവി കണ്ടിറങ്ങിയ ഒരു എഫക്റ്റ് ആയിരുന്നു ഇതിന്. കാരണം ഇമോഷണലി ഈ ഒരു റയാൻ ഗോസ്ലിങ്ങും ഈ ഒരു ഏലിയനും തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ, അവരുടെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനൊക്കെ വളരെ നന്നായിട്ട് ഈ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അതിൽ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഡ്യൂൺ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡ്യൂണിൻ്റെ അതേ സിനിമാറ്റോഗ്രാഫറാണ് ഇതിലും വർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണ് കേട്ടോ. ഐമാക്സിലൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗംഭീരമായിരിക്കും. അത്രയ്ക്കും സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു വിഷ്വലാണ് ഇതിനുള്ളത്. സോ അതാണ് സിനിമാറ്റോഗ്രഫി വൈസ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എലമെൻറ്റ് ത്രൂ ഔട്ട് ദ മൂവിയിലുണ്ട്. പിന്നെ ചെറിയൊരു മിസ്റ്ററി ഉണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇയാൾക്ക് ബോധം വരുമ്പോൾ ഇയാൾ സ്പേസിലാണ്, ഈ സ്പേസ് ഷട്ടിലിനകത്താണ്. പിന്നീടാണ് പതിയെ പതിയെ മെമ്മറി ഇങ്ങനെ റീകളക്ട് ചെയ്ത് വരുന്നതും ആ ഒരു മിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നതും ഒക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏലിയൻ വർക്ക്, അതായത് ആ ഏലിയൻ്റെ ഒരു ക്യാരക്ടർ, അതൊരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി. CGI അല്ല, അവരൊരു പപ്പട്രി ഒരു എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡാണ്, അതായത് അതുപോലെ ഒരു മോഡൽ അവർ ക്രിയേറ്റ് ചെയ്ത് അതിനെ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ത്രൂ ഔട്ട് ദ സിനിമ അത് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ CGI വർക്കുകളുണ്ട്, പക്ഷേ എന്നാലും മോസ്റ്റ് ഓഫ് ദ പാർട്ടും ആ ഒരു പപ്പറ്റ് എലമെൻറ്റിനെ യൂസ് ചെയ്തിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറിജിനാലിറ്റി, ഒരു ഫീല് ഫ്രം ദ സ്റ്റാർട്ടിങ് ടിൽ ദ എൻഡ് ഇത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ 2.5 മണിക്കൂറുണ്ട് സിനിമ. ചിലർക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അത് ഡിപ്പെൻസ്, അവർ ഏത് തരത്തിലുള്ള സൈഫൈസ് ആണ് കണ്ടിരിക്കുന്നതെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ആക്ഷൻ സൈഫൈസ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഫിലോസഫിക്കലി പോകുന്ന അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസെപ്ഷൻ പോലെയോ അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റെല്ലാർ പോലെയോ ഉള്ളതൊക്കെ ആയിരിക്കും താല്പര്യം. പക്ഷേ ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ്സുകളെല്ലാം കണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സയൻറ്റിഫിക് നോളജ് ഇല്ലെങ്കിൽ പോലും അയാൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവും. ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് അയാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് സിനിമ ഓവറോൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, ഒരു ഡൗട്ടില്ല, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വശം പോലും കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിക്കാണ് അതുള്ളത്. പിന്നെ നല്ലൊരു ഹ്യൂമർ ബാക്ക്ഗ്രൗണ്ടിലാണ് സിനിമ ത്രൂ ഔട്ട്, ഒരു ബഡി ഹ്യൂമർ സെൻസാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഏലിയനും റയാൻ ഗോസ്ലിങ്ങും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനിൽ തന്നെ കുറേ ഹ്യൂമേഴ്സ് വർക്കൗട്ടായി വരുന്നുണ്ട് ത്രൂ ഔട്ട്. ഈവൻ ടെൻസ് സിറ്റുവേഷൻസിൽ പോലും ആ ഒരു ഹ്യൂമർ എലമെൻറ്റ് അത് വരുന്നുണ്ട്. പക്ഷേ ചില ഏരിയാസിൽ വർക്കാവുന്നുണ്ട്, ചിലതിൽ അത്രയ്ക്ക് ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ എന്നാലും സ്റ്റിൽ അതുണ്ട്. പുള്ളിക്കാരനത് വളരെ നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതൊരു ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ചില കാര്യങ്ങൾ ആ ബുക്കിൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അതിൽ വർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ബുക്ക് വായിച്ചവർ ഈ സിനിമ കണ്ടിട്ട് അവരവരുടെ റിവ്യൂ എഴുതിയതാണ്.
ഞാൻ ഓവറോൾ ഒരു റിസർച്ച് വർക്ക് ഇങ്ങനെ നോക്കിയപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നുള്ള ഒരു കാര്യം, ഇത് ഇൻ്റർസ്റ്റെല്ലാർ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയല്ല. അല്ലെങ്കിൽ അറൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. അതുപോലെ അത്ര ഫിലോസഫിക്കലും ഒന്നുമല്ല. ഇത് വളരെ സിമ്പിളായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ കുറച്ച് ഹ്യൂമറൊക്കെ ആയിട്ട് കുറച്ച് ഇമോഷൻസൊക്കെ ആയിട്ട് സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നതാണ്. ത്രൂ ഔട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും. ആ ഒരു മിസ്റ്ററിയുടെ എലമെൻറ്റ്, കാര്യങ്ങൾ ഇത്ര സിമ്പിളാണെങ്കിൽ പോലും ആ മിസ്റ്ററി എലമെൻറ്റ് എപ്പോഴും സ്റ്റോറിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബോർ അടിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഫീൽ ഗുഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി. ഞാനത് എന്താണെന്ന് പറയുന്നില്ല. ചിലർക്ക് കുറച്ച് വിഷമം തോന്നും, ചിലർക്ക് കുറച്ച് സമാധാനമായിട്ട് ഒരു ആശ്വസിക്കാനുള്ളൊരിത്, ആ ഒരു ഇത് എലമെൻ്റ് എന്തായാലും ക്ലൈമാക്സിലുണ്ട്. പിന്നെ ഫാമിലി മൂവിയാണ്, പ്രത്യേകിച്ച് അങ്ങനെ എ റേറ്റഡ് സീൻസ് ഇത് ഒന്നുമില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ടൈപ്പാണ്, ഫാമിലിയോട് ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലാണ് ഇത് പോകുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകരുത്. കാരണം മറ്റേ സയൻസ് ഫിക്സ് പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇത് വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് ഹാർട്ടഡാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ പോയിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ ഈ ഒരു കാര്യം അത്ര അക്യുറേറ്റ് അല്ല, ഇതിൽ ഈ ഒരു ഡേറ്റ ഇങ്ങനല്ല, ഇതിങ്ങനല്ല പ്രാക്ടിക്കലി വരുമ്പോൾ എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലർക്ക് ഡ്യൂറേഷൻ 2.5 മണിക്കൂറുണ്ട്, ചിലർക്ക് കുറച്ച് ലാഗ് തോന്നും, ചിലർക്ക് തോന്നത്തില്ല. സോ അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇതായതുകൊണ്ട് എനിക്കതിലൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു ഏലിയൻ ഹ്യൂമൻ ഇൻട്രാക്ഷനെ ഈ ഒരു രീതിയിൽ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഒരു ജോണറിലൊരു സിനിമ കണ്ടിട്ട് എനിക്ക് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് ഹെയിൽ മേരി. ബൈ ഗൈസ്.